സംസ്ഥാന ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ആർളം ജനമൈത്രി പോലീസ്, ആർളം വനംവകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആർളം വളയഞ്ചാൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ഇതിന്റെ ഭാഗമായി നടന്നു. പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും യോഗ ഡാൻസും നടന്നു. സൗജന്യ ലാബ് പരിശോധന, ഹെൽത്ത് കാർഡ് വിതരണം, പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷണ ക്രമീകരണ ചാർട്ട് വിതരണം തുടങ്ങിയവയും നടന്നു. ഇതുപോലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നതായി ആർളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി.ജി. മനോജ് കുമാർ പറഞ്ഞു. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുകയാണ് എന്നുള്ളത് നമുക്ക് അവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അത് ഏത് മേഖലയിലായാലും, അതിപ്പോൾ നമ്മുടെ ഇതുപോലെ ആർളം പോലുള്ള ഒരു ആദിവാസി മേഖലയിലായാലും എവിടെയായാലും നമുക്ക് പ്രധാനമായിട്ട് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ആർളം ഫാം പോലുള്ള ഒരു സ്ഥലത്ത് ചികിത്സാ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുപോലെ തന്നെ അവർക്ക് രോഗം വന്നിട്ട് അവർക്ക് രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആരോഗ്യശീലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ആയുഷ് സിസ്റ്റങ്ങളെല്ലാം എന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ ഒഴികെയുള്ള സിസ്റ്റങ്ങളെല്ലാം, ഹോമിയോപ്പതി, ആയുർവേദ, സിദ്ധ, യുനാനി, അതുപോലെ യോഗ, ഇങ്ങനെ 5 സിസ്റ്റംസ് ഇവിടെ ഇന്ന് അവൈലബിൾ ആണ്. അവിടെ ഡോക്ടർമാരും അതുപോലെ മരുന്നുകളും എല്ലാം നമുക്കിന്ന് ലഭ്യമാണ്. അതിൽ പ്രധാനമായിട്ട് ഇവർക്ക് തീരെ പരിചയമില്ലാത്ത സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ സിദ്ധനെ പോലും അല്ലെങ്കിൽ യുനാനിയെ പോലുള്ള സിസ്റ്റങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഈ പൊതുവെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാപനങ്ങളുണ്ട്. സിദ്ധയ്ക്ക് കൊട്ടിയൂരും അതുപോലെ തന്നെ യുനാനിക്ക് പായത്തും ഒരു സ്ഥാപനമുണ്ട് എന്ന് പല ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതുപോലെ യോഗ പോലുള്ള കാര്യങ്ങൾ അതൊന്നും നമുക്ക് ഇങ്ങനൊരു മേഖലയിലോട്ട്, ആർളം പോലുള്ള ഒരു മേഖലയിലോട്ട് ജനങ്ങൾക്ക് തീരെ പരിചയമില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ, നിങ്ങൾക്ക് അതായത് രോഗങ്ങൾക്ക് യോഗ പരിശീലനമായിട്ടുള്ള തെറാപ്യൂട്ടിക് യോഗ എന്ന് പറയും, അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇപ്പോൾ ഇവിടെ നടന്നത് യോഗ ഡെമോൺസ്ട്രേഷൻസ്, യോഗ പ്രദർശനങ്ങൾ, അങ്ങനെ മരുന്ന് വിതരണം അടക്കമുള്ള ക്യാമ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആയുഷ് വകുപ്പിൻ്റെ കീഴിൽ, നാഷണൽ ആയുഷ് വകുപ്പിൻ്റെ കീഴിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ജനമൈത്രി പോലീസ് ആർളം ഇവിടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് നടന്നത്. പരിപാടി ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് വി. ശോഭയാണ് ഉദ്ഘാടനം ചെയ്തത്. മെമ്പർമാരായ കെ. സബിത, എ. സുജാത, വൈൽഡ് ലൈഫ് വാർഡൻ രതീശൻ, ആർളം SHO സംജത് ഖാൻ, ഇൻസ്പെക്ടർ സുഹൈൽ കെ, ഡോക്ടർ ബിജു ER, ഡോക്ടർ സൗമ്യ തുടങ്ങിയവരും പങ്കെടുത്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും പരിപാടിയുടെ ഭാഗമായി. ക്യാമ്പിനെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് PK. ഞാൻ ഡോക്ടർ ഹാരിസ് PK, ആർളം ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 2026 ഫെബ്രുവരി 28 നമ്മൾ ഒരു ഹെൽത്തി ക്യാമ്പയിൻ സംയുക്തമായിട്ട് ആർളം ഫാമിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ജനമൈത്രി പോലീസ്, അതേപോലെ തന്നെ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു ഹെൽത്തി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ വകുപ്പുകളുടെ സേവനം, എന്തൊക്കെയാണ് സേവനം കിട്ടാനുള്ളത്, അതേപോലെ തന്നെ പ്രതിരോധ ചികിത്സയെ പറ്റിയിട്ടുള്ള അവബോധം, അതേപോലെ തന്നെ സൗജന്യമായിട്ടുള്ള രക്തപരിശോധനകൾ, ഇതെല്ലാം ഈ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ആർളം ഫാമിൽ മൊത്തത്തിൽ ചികിത്സാ സൗകര്യം പൊതുവെ വളരെ കുറവായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ മേഖലയിൽ എല്ലാ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉതകുന്ന അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള യോഗ ട്രെയിനേഴ്സ് അവരുടെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും അവർക്ക് സേവനം കിട്ടുന്നുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് ലഭ്യമാണ്. അത് എല്ലാ നാട്ടുകാരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
Satyasam